മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും അധികം ആളുകൾ തമ്പുരാൻ്റെ സന്നിധിയിൽ ഈ വചനം കേൾക്കാനും വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാനുമായിട്ട് ഇങ്ങനെ കൂടിയിരിക്കുന്നത് സ്വർഗം ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു സമയവും കൂടിയാണ്. കർത്താവിൻ്റെ തിരുബലി ഇത്രമാത്രം സ്നേഹത്തോടുകൂടെ, ശക്തിയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ അർപ്പിക്കുന്ന ഒരു ജനത്തെ തമ്പുരാൻ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ കാണും, അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മൾ പല ആവർത്തി വായിച്ചു കേട്ട ഒരു വചനഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 15 മുതലുള്ള കാര്യങ്ങൾ. പ്രത്യേകമായിട്ട് പത്രോസിനോട് ഇങ്ങനെ ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം ഈശോ ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, നമ്മൾ വായിച്ചു കേട്ടു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പറയുന്നുണ്ട്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. 3-ാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, നിനക്ക് എല്ലാം അറിയാം. ഇതേ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? അവിടുന്ന് ഉത്തരങ്ങൾ നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി. ചോദ്യം എങ്ങനെയാണ്? യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും ഈശോയെ സ്നേഹിക്കുന്നവരാ. വീണ്ടും ഇതേ ചോദ്യം ഞാൻ ചോദിച്ചാൽ, യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ പറയും ഉണ്ടെന്ന്. വീണ്ടും ചോദിച്ചാൽ നമ്മൾ പറയും ഉണ്ടെന്ന്. കാരണം അത്രമാത്രം ഈശോയെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വചനകൂടാരത്തിൽ ആയിരിക്കുന്നത്. ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, വചനം വായിച്ച് പ്രാർത്ഥിക്കും, കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പോൾ 1-ാമത്തെ ചോദ്യത്തിന് ഉത്തരം അങ്ങനെ വേണമെങ്കിൽ പറയാം, ഞങ്ങൾ ഈശോയെ ഇങ്ങനെ പ്രാർത്ഥനകളോടെ സ്നേഹിക്കുന്നുണ്ട്. 2-ാമത്തെ ഒരു കൂട്ടര് ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്ത്, ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി യേശുവിനെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒത്തിരി നന്മ പ്രവർത്തികൾ ചെയ്ത് ഞങ്ങൾ കടന്നു പോകുന്നു, അതുകൊണ്ട് ഈശോയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. 3-ാമത്തെ കൂട്ടരോട് ചോദിച്ചാൽ, ഞങ്ങൾ വചനം വായിക്കുന്നുണ്ട്, വചനം പഠിപ്പിക്കുന്നുണ്ട്, വചന പ്രഘോഷണങ്ങൾക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പത്രോസിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് നമ്മളോടും കർത്താവ് ഈശോ മിശിഹാ ചോദിക്കുന്നത്. നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? ഈ 3-ാമത്തെ പ്രാവശ്യം പത്രോസിനോട് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, എന്തോ ഒരു പന്തികേടുണ്ട്. 2 പ്രാവശ്യവും ഞാൻ ശരിയായിട്ട് ഉത്തരം പറഞ്ഞു, 3-ാമത്തെ പ്രാവശ്യം മനസ്സാക്ഷി കൊണ്ട് ഞാൻ ഉത്തരം പറയുന്നു. നമ്മളും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് തമ്പുരാന് വേണ്ടിയിട്ട്, ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുന്നുണ്ട്, ഒരുപാട് വചനം വായിക്കുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ 3-ാമത്തെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എങ്ങനെയാ? ഈശോയെ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ? നമുക്കറിയാം, ഈ സുവിശേഷത്തിന്റെ പുറകിലോട്ട് പോകുമ്പോൾ 20-19 അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാൻ കർത്താവ് ചോദിച്ചതിന് കാരണമുണ്ട്. ഈ അത്ഭുതങ്ങൾ കണ്ടവനാണ് പത്രോസ്ലീഹ. ഈശോ 5 അപ്പം വർദ്ധിപ്പിച്ചത്, അതുപോലെ കുരുടനെയും മന്ദനെയൊക്കെ സുഖപ്പെടുത്തിയത്, ലാസറിനെ ഉയർപ്പിച്ചത്, ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈശോയെ നീ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. വീണ്ടും ചോദിക്കുന്നുണ്ട്, തിബേരിയസ് കടൽ തീരത്ത് കർത്താവ് അപ്പം ചുട്ടതിന് ശേഷമാണ് ഈ ഒരു രംഗം. അപ്പൊ പറയുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട്. അതിനുശേഷം 3-ാമത്തെ കാര്യം പറയുമ്പോൾ ഈശോ ചേർക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയുള്ളൊരു മരണത്തെ പറ്റിയിട്ടാണ് നിനക്ക് വരാൻ പോകുന്നതിനെ ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, തമ്പുരാനോട് നമ്മൾ പല കാര്യത്തിലും സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരൊറ്റൊരു ചോദ്യം. ആ ചോദ്യം എങ്ങനെയാണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ തകർക്കപ്പെടുന്ന സമയത്ത്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയത്ത്, ഒരുപാട് സങ്കടങ്ങളുള്ള സമയത്ത്, ദുഃഖങ്ങളുള്ള സമയത്ത് ഞാൻ എൻ്റെ തമ്പുരാൻ കർത്താവിനെ ചങ്കോട് നിർത്തിക്കൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പത്രോസിനെ പോലെ 3-ാമത്തെ ചോദ്യം നമ്മൾ മനസ്സിൽ തട്ടിയിട്ട് പറയും, നിനക്ക് എല്ലാം അറിയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും എവിടെ ഇരിക്കണമെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിനക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നു ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. പ്രിയമുള്ളവർ, ഇതാണ് സ്നേഹത്തിന്റെ 3-ാമത്തെ അർത്ഥം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും രോഗത്തിന്റെ വഴിയിലൂടെയും കടന്നു പോകുമ്പോൾ ഈ തമ്പുരാൻ കർത്താവിനെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ഈ സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സ്നേഹം. ആ സ്നേഹത്തിലേക്കാണ് നമ്മളെ എല്ലാവരും വിളിച്ചിരിക്കുന്നത്. ആ സ്നേഹമാണ് പൂർണ്ണതയുടെ അടയാളം. ആയതിനാൽ നമ്മൾ പറയണം, ഇങ്ങനെ സ്നേഹിക്കാൻ പഠിക്കണം. നമ്മൾ ഒരുപാട് പ്രാർത്ഥന ചെല്ലുന്നതിൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതിന് അപ്പുറം ഈശോയെ സ്നേഹിക്കാൻ ഉള്ളുകൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അടയാളം. അതിനർത്ഥം ഇനി മുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കരുത്, വചനം വായിക്കരുത് എന്നല്ല. നമ്മൾ അങ്ങനെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അച്ഛൻ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ധ്യാന സെന്ററിൽ വിളിച്ച് പറഞ്ഞു, ഇനി മുതൽ പ്രാർത്ഥനയൊന്നും വേണ്ട, ഈശോയെ സ്നേഹിച്ചാൽ മതി. ഈ പ്രാർത്ഥനയും വചനവായനയും കൂടിച്ചേർന്നതാണ് ഈശോയുടെ സ്നേഹം. ആ സ്നേഹം നമ്മുടെ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും ഈ തമ്പുരാനോട് ചേർന്ന് നിന്ന് പോകാൻ പറ്റുന്നതാണ്
സ്നേഹം. പലപ്പോഴും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചോദ്യമുണ്ട്, അച്ഛന് ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റും? ഒരു സുഖമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നവരല്ല പുരോഹിതർ. പലപ്പോഴും ഈ പുരോഹിത വർഗം അനുഭവിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇത് ഇവിടെ നിന്ന് പുൾപ്പിറ്റെന്ന് പറയാനൊക്കെ പറ്റും? നിങ്ങൾ ഒരുപാട് സന്തോഷത്തോടെയും ദുഃഖങ്ങളിൽ എല്ലായ്പ്പോഴും ആളുകൾ ആശ്വസിപ്പിക്കാനുണ്ട്, നിങ്ങൾക്ക് സ്പിരിച്വൽ ഡയറക്ടേഴ്സ് ഉണ്ട്, കുമ്പസാരക്കാരുണ്ട്, നിങ്ങൾ രോഗങ്ങൾ വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈശോ നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? ഇത് എന്നെ പഠിപ്പിച്ചത് ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. 2007, 2008 വർഷങ്ങൾ ആയിരുന്ന സമയത്ത് നമുക്കറിയാം, ഈ വചനകൂടാരത്തിൻ്റെ പുറകിൽ ഒരു ഫ്രണ്ട്സ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞ ഒരു ആതുരാലയമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈശോയുടെ കൂട്ടുകാരെന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഒരു ആതുരാലയം. ഒരുപാട് പാവപ്പെട്ടവർ, തെരുവിൽ കഷ്ടത അനുഭവിക്കുന്നവർ, മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ളവർ, പലവിധ രോഗങ്ങളുള്ളവർ ഇവിടെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നുണ്ട്. ഒരുപാട് നല്ല മനസ്സുകൊണ്ടാണ് കപ്പുച്ചൻ സഭയിൽ ഇന്നും ഈ ശുശ്രൂഷ വളരെ കൃപയോടെ മുന്നോട്ട് പോകുന്നത്. കാരണം നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് സഹായിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഈ FOJ ഇത്രയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സുസ്ഥിതിയോടും കൂടെ മുന്നോട്ട് പോകുന്നത്. കാരണം ഒരുപാട് പേര് പ്രാർത്ഥിക്കുകയും ഫ്രീ സർവീസ് ചെയ്യുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോയി കണ്ടിട്ടില്ലെങ്കിൽ കാണണം. എനിക്കിപ്പോഴത്തെ നിയമങ്ങളൊന്നും അറിയില്ല, അവിടെ ചോദിച്ചിട്ടൊക്കെ പോയി കാണണം. കാരണം അവിടെ കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഹുങ്കൊക്കെ ഒന്ന് കുറയും. നമ്മളിതുവരെ കെട്ടിവെച്ചിരിക്കുന്ന ചില സ്വപ്നങ്ങളൊക്കെ ഒന്ന് ഇടിയും. കാരണം അവിടെ ഉള്ള മനുഷ്യരെ നമ്മളെ പഠിപ്പിക്കും ചില പാഠങ്ങൾ. അപ്പം ഞാനൊരു മനുഷ്യനെ അവിടെ പരിചയപ്പെട്ടു. ആ മനുഷ്യൻ ഈ 2007, 2008 വർഷത്തിൽ ഇതിൻ്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിലൂടെയാണ് ഞാൻ ചില കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയത് എനിക്ക്. ഈ മനുഷ്യൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ഞാൻ ചോദിച്ചു, അന്ന് ഞാൻ ചെറുപ്പമാണ്, ഞാനിവിടെ സെമിനാരിലൊന്നും പോയിട്ടില്ല, അപ്പം ഞാനിവിടെ ശുശ്രൂഷയ്ക്കൊക്കെ ഇങ്ങനെ ചിലപ്പോഴൊക്കെ വരും. ആ സമയത്ത് ഞാൻ ചോദിച്ചു, ഈശോയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണോ? അപ്പോൾ അങ്ങനെ ചോദിക്കാനൊരു കാരണമുണ്ട്. ഒരുപാട് ദുഃഖങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നുപോയ സമയത്താണ് ഈ മനുഷ്യൻ ഇവിടെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത്. ഇതിൻ്റെ ആരംഭത്തിൽ ഒരുപാട് സങ്കടങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടന്നുപോയ സമയത്താണ് ഈ മനുഷ്യൻ ഇവിടെ ശുശ്രൂഷയ്ക്ക് വരുന്നത്. ഒരുപാട് കടബാധ്യതകളൊക്കെ ഉണ്ട്, തകർച്ചകൾ ഒരുപാടുണ്ട്, രോഗങ്ങൾ ഒരുപാടുണ്ട്. എന്നിട്ടും ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ആലയത്തിൽ വന്നിട്ട് ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ആലയത്തിൽ വന്നിട്ട് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ പൊട്ടബുദ്ധിക്ക് ചോദിച്ചൊരു ചോദ്യം എങ്ങനെയാണ് ഇത്? നമ്മുടെ ഭാഷയിൽ പറയും ഒരു എസ്കേപിസം അല്ലേ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മാറി നടക്കുന്നതിൻ്റെ അടയാളമല്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ അത്രമാത്രം ഈ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ കണ്ണ് തുറപ്പിച്ച സമയമാണ്. കാരണം ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ, ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ, ഒരുപാട് വേദനയിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇങ്ങനെ തമ്പുരാൻ കർത്താവിന്റെ സന്നിധിയിൽ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓർക്കണം, മുന്നിൽ ഒരുപാട് പേര് ഇങ്ങനെ കുറ്റം വിധിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പേര് പറയും, നീ നിന്റെ ഉത്തരവാദിത്തം മാറി നിൽക്കുന്നത് കൊണ്ടാണ് നീ ഇങ്ങനെ ഒരു വേലയ്ക്ക് പോകുന്നത്, നീ നിന്റെ കുടുംബത്തെ മാറ്റി നിർത്തിയിട്ടാണ് ഈ വേലയ്ക്ക് പോകുന്നത്, നിനക്ക് ആരോഗ്യമുണ്ട്, എന്നിട്ടും നീ ശുശ്രൂഷയ്ക്ക് പോകുന്നു, ദൈവവചനത്തിന് പിന്നാലെ പോകുന്നു, എന്തിന് എന്ന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ഗണത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങളുടെ മുമ്പിൽ നെഞ്ചിമിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞൊരു ഉത്തരവുണ്ട്, ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്. ഒരുപക്ഷെ ഈ മനുഷ്യനെ ഏറ്റവും പരിചയമുള്ളത് എനിക്കാണ്, വേറൊന്നുമല്ല, എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ശുശ്രൂഷ ചെയ്തിരുന്നു. ഈ അപ്പനാണ് എൻ്റെ ദൈവവിളിയുടെ തുടക്കക്കാരൻ. ഈ അപ്പൻ്റെ ഒരു പ്രചോദനമായിരിക്കണം ഞാനിന്ന് ഇങ്ങനെ ഈ കുപ്പായമൊക്കെ ഇട്ട് നിൽക്കുന്നത്, ഈ പുരോഹിത വൃത്തിയിൽ ഞാനിങ്ങനെ തളരാതെ മുന്നോട്ട് പോകുന്നത് എൻ്റെ അപ്പൻ കാണിച്ച സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഇന്ന് അപ്പൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നില്ല, വേറെ പലയിടങ്ങളിൽ ഇങ്ങനെ ശുശ്രൂഷ ചെയ്ത് ഇതേ സർവീസ് മുന്നോട്ട് ചെയ്ത് കടന്നു പോകുന്ന ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എങ്ങനെയാണ്, അങ്ങനെ കുടുംബം ഒത്തിരിയേറെ സങ്കടത്തിലൂടെ കടന്നുപോയപ്പോൾ പൊട്ടബുദ്ധിയിൽ 10ാം ക്ലാസ്സുകാരൻ ചോദിച്ചൊരു ചോദ്യമാണ്, ഇത്രയും സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിരുന്നപ്പോൾ അപ്പൻ എന്തിനാണ് ഈ ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്? അന്ന് എന്നോട് പറഞ്ഞ ഉത്തരമാണ് ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളോട് പറഞ്ഞത്. അത് സ്നേഹത്തിന്റെ അടയാളമായതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ അച്ഛന്മാരുടെ ജീവിതവും അത്ര സുഖകരമല്ല. ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത്രയും നാൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പറയുന്ന പോലെ അത്രയും നാൾ മധുരമായത് കയ്പായി മാറിയും കയ്പായത് മധുരമായി മാറിയതിന്റെ അടയാളമാണ് പൗരോഹിത്യം.
അതിന് കൊടുക്കുന്ന വിലയുടെ ഈ പൂർണ്ണരൂപമാണ് വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കപ്പെടാൻ പോകുന്നതിൻ്റെ അർത്ഥം. ആയതിനാൽ ഒരിക്കലും പറയരുത് പുരോഹിതർക്ക് സുഖമൊന്നുമല്ല, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ഇതുപോലെയുള്ള മനുഷ്യരുള്ളത് കൊണ്ടാണ്, ഇതുപോലെ കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ജനമുള്ളത് കൊണ്ടാണ് ഈ സ്നേഹത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പത്രോസ്ലീഹയുടെ മൂന്നാമത്തെ ഉത്തരം നിങ്ങൾ ശ്രദ്ധിക്കണം. നിനക്കെല്ലാം അറിയുന്നുണ്ടല്ലോ, നമ്മളും മനസ്സിലാക്കണം. നമുക്കെല്ലാം പൊന്നുതമ്പുരാനെ നിനക്കിതെല്ലാം അറിയുന്നുണ്ട്. നമ്മൾ രണ്ടാമതായിട്ട് എപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ അപ്പൻ പഠിപ്പിച്ച ഒരു വചനമുണ്ട്, എല്ലാം നമുക്ക് നൽകുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ തമ്പുരാൻ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഈ അപ്പൻ വലിയ ബൈബിളൊന്നും പഠിക്കാത്ത മനുഷ്യനാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം, തൻ്റെ ഏകജാതന നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം സ്നേഹിച്ചു. ഇത് എവിടെ നിന്ന് കിട്ടിയെന്നൊന്നും അറിയില്ല. ഈ ബൈബിളിൽ അങ്ങോളം ഇങ്ങോളം നോക്കുമ്പോൾ ഏറ്റവും കാതലായ വചനം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു വചനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. തൻ്റെ ഏകജാതന നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ഈ വിശുദ്ധ കുമ്പസാരത്തിന് ശേഷം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ച് ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ ഓർക്കണം, ഇത് കരുണയുടെ അടയാളമാണ്. നമ്മളും തമ്പുരാനുമായിട്ട് ഗാഗുൽത്തായുടെ വിരിമാറിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇങ്ങനെ അടിച്ച് തൂക്കപ്പെട്ട് ഇങ്ങനെ ആകെ നാശകോശമായ ഒരു മനുഷ്യനെ നിങ്ങൾ കാണും. ഈ മനുഷ്യൻ നമുക്ക് ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയുടെ അടയാളമാണ് സ്നേഹം. ഈ സ്നേഹത്തിലാണ് വിശുദ്ധ കുർബാനയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വിശുദ്ധ കുർബാനയ്ക്ക് അത്രമാത്രം പവറുണ്ട്. അത് സ്നേഹത്തിൽ ബന്ധിതമായതുകൊണ്ടാണ്. നിങ്ങൾ സ്നേഹത്തെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. കുടുംബജീവിതം നയിക്കുന്നവരാണ്. സ്നേഹത്തിൻ്റെ ബന്ധത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ആഴമായ കുടുംബജീവിതത്തിന് സ്നേഹം എങ്ങനെ വരുന്നതെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാകണം. ഈ ഉടമ്പടിയുടെ അടയാളമാണ് സ്നേഹം. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത്. കർത്താവിന് നമ്മുടെ രോഗങ്ങളെ പറ്റിയിട്ട് അറിയാം, നമ്മുടെ ദുഃഖങ്ങളെ പറ്റിയിട്ട് പ്രാർത്ഥിക്കരുത്, അതൊക്കെ അറിയാം. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഈ പ്രോസ്പെരിറ്റി ഓഫ് ഗോസ്പലാണ്. നമ്മൾ സമൃദ്ധിയുടെ സുവിശേഷമാണ് നമ്മൾ എല്ലായ്പ്പോഴും സംസാരിക്കുന്നത്. അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ അനുഗ്രഹത്തിനപ്പുറം ഈശോയെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല? ഒരു സങ്കടം വരുമ്പോൾ എന്തുകൊണ്ട് തമ്പുരാനെ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നു? അനുഗ്രഹം വരുമ്പോൾ നമ്മൾ മാത്രം കർത്താവേ ഇന്ന സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ തീർക്കുന്നു. ഈ അനുഗ്രഹങ്ങൾക്കപ്പുറം, അതാണ് പറഞ്ഞത്, സമൃദ്ധിയുടെ സുവിശേഷത്തിനപ്പുറം ഈ സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ ചേർത്ത് അള്ളിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്നതിൻ്റെ അടയാളമാണ് ക്രൈസ്തവ ജീവിതം. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനകൂടാരത്തിൽ വന്നിരിക്കുന്നത്. നമുക്ക് യാതൊരു കുറവില്ലാത്ത ആളുകളാണ്, എല്ലാത്തിനും നമുക്ക് കഴിവുണ്ട്. നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിൽ ഈ സ്നേഹത്തിൻ്റെ പുറത്താണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ഈ വിലവില പട്ടിക നിരത്തി വയ്ക്കുന്ന പോലെ നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളുമാണ് വയ്ക്കുന്നെങ്കിൽ നിർത്തി നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വളരണം. ആ സ്നേഹത്തിലേക്ക് വളരുമ്പോൾ ഒരുപാട് അനുഗ്രഹം ഉണ്ടാവും. കാരണം അത് അനുഭവിച്ചറിഞ്ഞ് ചൂടോടെ നിൽക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് പറയുന്നത്. ഒരുപാട് സങ്കടങ്ങളും രോഗങ്ങളും ഉണ്ടായിട്ട് പോലും ഈശോയുടെ സ്നേഹത്തിൽ ഒട്ടിച്ചേർന്നിരുന്നപ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കുടുംബം ഞാൻ എൻ്റെ മുമ്പിലൂടെ കാണുന്നുണ്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പൗരോഹിത്യ ജീവിതം ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, സ്നേഹത്തിൽ, അത് കർത്താവിൻ്റെ സ്നേഹത്തിൽ അടിയുറച്ച് നിൽക്കുക. നമ്മൾ ആരും സ്നേഹത്തിൽ മാറി നിൽക്കുന്നില്ല. കാരണം യേശയ്യായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ കുന്നുകളും മലകളൊക്കെ മാറ്റിപ്പെട്ടേക്കാം, എന്നാൽ കർത്താവിൻ്റെ സ്നേഹം അചഞ്ചലമാണ്. എന്നേക്കാൾ കൂടുതൽ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ അചഞ്ചലമായ സ്നേഹത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിൽക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുക. അൺകണ്ടീഷണൽ ആയിട്ടുള്ള എല്ലാ സ്നേഹത്തിലേക്ക് വളരണം. അല്ലാതെ ഡിമാൻഡായിട്ടുള്ള സ്നേഹത്തിലേക്ക് വരരുത്. ഇങ്ങനെ പ്രത്യേക കാര്യങ്ങൾ നേടിയാലുള്ള സ്നേഹം അല്ല. ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പുല്ലിനെയും ഈ പൂവിനെയും ഇത്രമാത്രം മനോഹരമാക്കുന്ന തമ്പുരാനാണ് സുവിശേഷത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ തമ്പുരാനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കുന്ന സങ്കടം, ഒറ്റപ്പെടൽ, ഇതൊക്കെ തമ്പുരാൻ മാറ്റിത്തരും. കാരണം തമ്പുരാൻ്റെ സ്നേഹത്തിൽ മുന്നോട്ട് പോയാൽ മതി. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയുണ്ട്. ഒരു 36-37 വയസ്സിൽ മരിച്ചുപോയി. ഇന്ന് വിശുദ്ധ എന്ന് വിളിക്കപ്പെടുന്ന അൽഫോൺസാമ ഇങ്ങനെ ഈ ജ്വരക്കിടക്കയിൽ രോഗശൈലിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കാളശ്ശേരി പിതാവ് ഇങ്ങനെ കാണാനായിട്ട് വന്നു. പിതാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാ മോളെ നീ ഇത്രമാത്രം സഹിക്കണേ? അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈശോയെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രമാത്രം സഹിക്കുന്നത്. ഞാൻ ഈശോയെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ അത്രമാത്രം സഹിക്കുന്നത്. അതിനുശേഷം കാളശ്ശേരി പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, മോളെ ഞാൻ എൻ്റെ രൂപതയെ നിന്നെ ഏൽപ്പിക്കുന്നു, നീ എൻ്റെ രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ രൂപത അനുഗ്രഹിക്കപ്പെടും. പ്രിയമുള്ളവരെ, ഇങ്ങനെ സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോയത് കൊണ്ടാണ്
ഒരു അൽഫോൺസ എന്നൊരു പെൺകുട്ടിയെ വിശുദ്ധ അൽഫോൺസ എന്ന് നമ്മൾ വാഴ്ത്തുന്നത്. വലിയ വർഷങ്ങളൊന്നും ഈ സന്യാസ ജീവിതത്തിൽ നാട്ടിലൊന്നും സേവനം ചെയ്യാത്ത ഒരു സാധാരണ ഒരു പെൺകുട്ടി, പക്ഷേ അവളെ വിശുദ്ധയെന്ന് കണക്കാക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സഹോദരി ചെയ്തിട്ടുണ്ട്. അത് പ്രാർത്ഥന. ഈ പ്രാർത്ഥന എന്ന സ്നേഹത്തോടെയുള്ള പ്രാർത്ഥന, അങ്ങനെ ഒരു പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. അല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇനി ജപമാല ഉരുട്ടരുത്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കരുത്. അതൊക്കെ വേണം, തമ്പുരാൻ അറിയാം. പക്ഷേ ദുഃഖങ്ങളും സഹനങ്ങളൊക്കെ ഉണ്ടാകും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമുക്കറിയാം എത്രയൊക്കെ ദുഃഖങ്ങൾ ഉണ്ടായാൽ പോലും തമ്പുരാൻ്റെ സന്നിധിയിൽ എളിമയോടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അനുഗ്രഹിക്കും. കാരണം ദൈവത്തിൻ്റെ പദ്ധതി വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് പരിണമിക്കാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ നന്മ പറയുന്നത് എപ്പോഴും നല്ല കാര്യങ്ങളല്ല, സഹനവും ഉണ്ടാവും, ദുഃഖവും ഉണ്ടാവും. ഇത് പറയുന്നത് പൗലോസ്ലീഹ. ഈ പൗലോസ്ലീഹ ഈ ഒരു വാക്ക് പറയുമ്പോൾ ഓർക്കണം, അതിനുശേഷമുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒന്നു കുറയാതെ 40 അടി കൊണ്ട മനുഷ്യനാണ് പൗലോസ്ലീഹ. പല ആവർത്തിയും ഈ കപ്പൽ ഛേദത്തിലൂടെ കടന്നുപോയൊരു മനുഷ്യൻ, കാരാഗ്രഹവാസം അനുഭവിച്ച മനുഷ്യൻ, എന്നിട്ടും പറയുന്നുണ്ട് സകലതും നന്മയ്ക്കായിട്ട് പരിണമിക്കും. ഇങ്ങനെ പറയാൻ പറ്റുന്നതിൻ്റെ അടയാളമാണ് കർത്താവ് ഈശോ മിശിഹായുള്ള സ്നേഹം. ആ സ്നേഹത്തിലേക്ക് വളരാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നല്ല തമ്പുരാനെ, പത്രോസ്ലീഹായോട് 3 പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നെന്ന് ചോദിച്ചപ്പോൾ 3-ാമത്തെ പ്രാവശ്യമാണ് നിനക്ക് എല്ലാം അറിയാം, ഞാൻ എന്താണെന്ന് പോലെ അറിയാം. ഈശോയെ, ഇത്രയും നാള് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി, എൻ്റെ ഓരോരോ കാര്യങ്ങൾ എണ്ണി ഞാൻ പറയാറുണ്ട്. എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന തമ്പുരാനെ, ഇതൊക്കെ അങ്ങ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് പറയുമ്പോഴും സ്നേഹം കൂടാതെ ഞാൻ പല സമയങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ അപ്പം ഭക്ഷിച്ച് തൃപ്തരായി, എന്നിട്ടും ഈശോയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയില്ല. പത്രോസിനെ പോലെ ജ്ഞാനം നൽകി ഈ സമയത്ത് ഞാൻ അനുഗ്രഹിക്കണമേ. എന്നെ പരിപൂർണ സ്നേഹത്തിലേക്ക് വളർത്തണമേ. അസീസിൽ വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞ പോലെ, ഇത്രയും നാൾ എനിക്ക് മധുരമായത് നീ കയ്പാക്കി മാറ്റണമേ, കയ്പാക്കിയത് മധുരമാക്കി മാറ്റണമേ. ജ്വരക്കിടക്കയിൽ കിടന്ന അൽഫോൺസാമ പ്രാർത്ഥിച്ചതുപോലെ ഈ ലോകത്തിന് വേണ്ടി സ്നേഹിക്കാൻ പ്രത്യേകമായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ. എന്നാൽ മാത്രമാണ് ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുള്ളൂ. വചനം അതിന് സാക്ഷിയാണ്. യേശയ്യായുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ, ഈ കുന്നുകളും മലകളും മാറ്റപ്പെട്ടാലും ഈശോയുടെ സ്നേഹം അചഞ്ചലമാണ്. ആ സ്നേഹത്തിലേക്ക് വളരാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുർബാനയിലൂടെ നീളം ഈശോയുടെ സ്നേഹത്തിൽ കത്തിയമർന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം.